റൈസ് ഇപ്പോൾ കമ്മീഷനിൽ പങ്കെടുക്കില്ല എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു, വിമർശനപരമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പങ്കെടുക്കില്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാടിനോട് വി.എൻ. വാസവൻ എന്തെങ്കിലും പറഞ്ഞോ? രാജീവ് ചന്ദ്രശേഖരെ ക്ഷണിച്ച കാര്യം അദ്ദേഹം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? സ്മൃതി, വി.എൻ. വാസവൻ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാർത്താസമ്മേളനം തുടരുകയാണ്. മറ്റ് മന്ത്രിമാരും തിരുവനന്തപുരത്തുള്ള ജി.ആർ. അനിൽ അടക്കമുള്ള മന്ത്രിമാരും അതിൽ നടക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും അക്കാര്യത്തിലൊരു വ്യക്തത വരിക. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും അപ്പോഴുയരുന്ന ചോദ്യം, മറ്റു പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ കൂടി സംസ്ഥാന സർക്കാർ വിളിക്കേണ്ടതല്ലേ എന്നതാണ്. അതിന് കേന്ദ്ര നിർദ്ദേശം നൽകിയില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായി അടുത്ത ഘട്ടത്തിൽ ഉയരാം. അതിൽ വി.എൻ. വാസവൻ എന്താണ് മറുപടി പറയുന്നതെന്ന് അടുത്ത നിമിഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികളുമായി കൂടി ചർച്ച ചെയ്തതിനു ശേഷമാണ് വി.ഡി. സതീശൻ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ദൂതൻ വഴി സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാളൊരു ക്ഷണക്കത്ത് കൊടുത്തു. ആ ക്ഷണക്കത്തിൽ പറയുന്നത് 2-ാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്, ആ പരിപാടിയിൽ താങ്കളും ഉണ്ടാകുമല്ലോ എന്നതാണ് ആ ക്ഷണക്കത്തിൻ്റെ ചുരുക്കം എന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ്. ആ പരിപാടിയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ അതിൽ ആശംസാ പ്രസംഗമാണോ മറ്റെന്തെങ്കിലും ചടങ്ങിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഭാഗമാണോ എന്ന് പറയേണ്ടി. സ്വാഭാവികമായും അങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടത്. ഇത് അങ്ങനെയുള്ള ഒരു ക്ഷണമല്ല, എന്താണ് റോളെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷത്ത് നിന്നുള്ള എല്ലാവരും പങ്കെടുക്കേണ്ട എന്നതല്ല തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്തെ എം.പി. ശശി തരൂരാണ്. ശശി തരൂരിന് നേരത്തെ തന്നെ ക്ഷണമുണ്ട്. ഒപ്പം കോവളം എം.എൽ.എ. എം. വിൻസെൻ്റാണ്. വിൻസെൻറ്റിനും നേരത്തെ ക്ഷണമുണ്ട്. സ്ഥലം എം.എൽ.എ. എന്ന നിലയിലാണ് വിൻസെൻറ്റിനെ വിളിച്ചിരിക്കുന്നത്. വിൻസെൻറ്റും ശശി തരൂരും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതുപോലും മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതും വിവാദവുമായതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ സാഹചര്യത്തിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിൽ പ്രതിപക്ഷം എത്തിയിരിക്കുന്നു. പ്രതിപക്ഷം പങ്കെടുക്കാതിരിക്കലാണ് നല്ലതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ രാവിലെ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും. സ്മൃതി, ശരി, രാജേഷ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.